ഹായ്, മുസാഫിറാണ്. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് ഉറപ്പായിട്ട് ഈ വീഡിയോയിൽ ഹായ്, ഇന്ന് മുസാഫിർ ഒന്നും പറയുന്നില്ല, ഇവരെന്നെ ചടുപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ഇബ്ദൈപൂരിൽ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? കറക്റ്റ് ലൊക്കേഷൻ. അതെ, ഇന്ത്യയിലെ രണ്ടാമത്തെ പാലസാണ്. രാജസ്ഥാനിലെ ഏറ്റവും വലിയ പാലസാണ്. അപ്പോൾ നമ്മൾ എൻട്രൻസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാർക്കിങ് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും നല്ല മഴ. കുറച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരാൾക്ക് എത്ര ടിക്കറ്റ്? 400 അല്ലേ? പാർക്കിംഗ് ഫീസ് 200 രൂപയുണ്ട്. ഒരാൾക്ക് 400 രൂപയാണ് ടിക്കറ്റ്. ഇവിടെ എൻട്രി ഫീ 400 ആണ്. പിന്നെ പാർക്കിംഗ് ഫീ ഒരു വണ്ടിക്ക് ബൈക്കിന് 50 രൂപ. ഓക്കെ, ഇക്രു സെറ്റല്ലേ? എങ്ങനെയുണ്ട് ഇക്രു? ഇത്ര സ്ഥലം വന്നിട്ട് പുളിയല്ലേ? എല്ലാം കാണാനുള്ളതാണ്, എല്ലാം കണ്ട് ആസ്വദിക്കാനുള്ളതാണ്. ഒരു വലിയ ലോകമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറിയാൽ എവിടെയാ എങ്ങനെയാ പോകേണ്ടതെന്നൊന്നും അറിയുന്നില്ല. കുറേ അടുത്ത് കയറാനുള്ള സ്ഥലം കാണുന്നു. അടുത്ത് പോകുമ്പോൾ അറിയും ഇതിലല്ല അതിലെ. ഇവിടെ മെയിൻ ഞാൻ ഒരു കുറവായി കണ്ടതെന്ന് വെച്ചാൽ ഇവർ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. കാർഡോ UPI ഒന്നും ഇവിടെ എടുക്കുന്നില്ല. ഇവിടെ എന്താ ദ ഹൗസ് ഓഫ് മെവാർ. ഇത് ഇവരെ ഇതിൽ ലൈറ്റായിട്ട് ചിലപ്പോൾ ലാസ്റ്റ് മഹാരാജ് കുബർ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഇവരെ രാജാക്കന്മാരുടെ പരമ്പരയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഫാൻസ് കൂടിയിട്ട് ചങ്ങന്മാരെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടാ. ചങ്ങനെ കേൾക്കുന്നൊരു നാണം. ഇവര് ഇവിടെ ഉപയോഗിച്ച വാളുകള്, പിന്നെ പടച്ചക്ക, എന്താ പറയാ, എന്താ പറയുന്നേ, എല്ലാം ഉണ്ട്. തോക്കടുക്കുണ്ട് കേട്ടോ ഇവിടെ. കത്തികൾ, എൻ്റെ മോനെ ഏതൊക്കെ സാധനം എന്നറിയോ? ഒക്കെ ഇവർ യൂസാക്കിയ സാധനങ്ങൾ മൊത്തം ഇവിടെ ഉണ്ട്. ആ പഴയ ടോക്കുകൾ. പിന്നെ ഇത് ഫസ്റ്റാട്ടോ ഇങ്ങനെ ഇത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരു കൊട്ടാരത്തിലോ ഇപ്പോൾ കാണുന്നുള്ളത്. അവർ അന്ന് യൂസ് ചെയ്ത വാളുകൾ, പല ടൈപ്പ്. എന്താ ഇരുതല മൂർച്ചയുള്ള വാഹനം എന്നൊക്കെ പറഞ്ഞ് ഇതിനായിരിക്കണം. വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല ക്ലിയർ ആയിട്ട്. എന്താ ഈ പിസ്റ്റൽ നോക്കിയേ. ഈ വാളൊക്കെ നോക്കിയേ, മേ ബി ഗോൾഡ് ആയിരിക്കണം ഇതൊക്കെ. സെറ്റാണ് കേട്ടോ. എന്താ പറയുക, എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവർ ഇതിനെവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ പഴകിയ ടോക്കൊക്കെ ഷോർട്ട് ഗണ്ണാ. ഇതിൻ്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 1.5 മീറ്റർ 2 മീറ്റർ ഉണ്ടാവും കേട്ടോ ഈ സാധനമൊക്കെ. പിന്നെ ഇവിടെ കുറേ ഗൺസ് ഉണ്ട്, കത്തികൾ, വാളിൻ്റെ ഇതൊക്കെ കവറൊക്കെ നോക്കിയേ. എല്ലാത്തിനും കവറുണ്ട്. എൻ്റെ മോനെ ഇതൊക്കെ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ. കുറേ അടുത്ത് തന്നെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുള്ളത്. ഒരു കത്തിയിട്ടിന് കൊണ്ടുപോയിട്ട് പച്ചക്കറി എടുക്കുക. ഏതാ ഡിസൈൻസ്, പല ഡിസൈനാണ്. ഓരോ സാധനങ്ങളും ഓരോ ഡിസൈനാണ്. അതായത് നോക്കിയാൽ
പോക്കറ്റ് ഗണ്ണ് ഇത്ര ചെറുതല്ലേ? പോക്കറ്റ് ഗണ്ണ് ലാസ്റ്റ് അല്ലേ അതിന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെ നോക്ക് പഴയ മോഡലിൽ നിന്ന് ആ ഒരു ന്യൂജൻ മോഡലിലേക്ക് സാധനം മാറി. ചെറിയൊരു ചെക്കിംഗ് ഉണ്ട്. ജെന്റ്സ് ആൻഡ് ലേഡീസ് എന്നെ ആയിരിക്കും കാര്യപ്പെട്ട സ്ഥലത്തേക്ക് കയറണമായിരിക്കും അല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കണം. നമ്മളടുത്ത ടിക്കറ്റ് കാണിക്കണം. ഇവരിവിടെ സ്കാൻ ചെയ്തെടുക്കും. ഓക്കെ, പ്രമീഷ ഇവിടെ ഇവരൊരു ചെറിയൊരു ദൈവത്തിൻ്റെ ഇതുണ്ട്. ഇനിയാണ് നമ്മൾ കൊട്ടാരത്തിലേക്ക് എത്തിയതേ ഉള്ളൂ അല്ലേ? നമ്മളെ മഹേന്ദ്ര ഇക്രുപതി ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്തെന്ന് ഞാൻ പോവാം. അവര് വീഡിയോ എടുക്കുകയാണ്. Please visit this side first. മഹാറാണ പ്രതാപ്ഗഡ്. മഹാറാണ എന്ന് പറഞ്ഞിട്ട് തോന്നുന്നുണ്ടല്ലോ ഒരാള്. ഈ ജനലിലൂടെ നോക്കി നമുക്ക് ആ മല വരെയുള്ള വ്യൂ നമുക്ക് കാണാം കേട്ടോ. ഉദയ്പൂരിന്റെ എന്താ പറയാ സിറ്റിയുടെ വ്യൂ നമുക്ക് നോക്കാം. മറ്റുള്ള വിൻഡോയിൽ നമുക്ക് ഇതിന്റെ സീനറി ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. ഇവിടെ കുറെ ചിത്രങ്ങളും രാജാവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യ എൻട്രൻസിലും തുടർന്നുള്ള കുറച്ച് റൂമുകളിലൊക്കെ കാണുന്നുള്ളത്. ഓക്കെ, ഇവിടെ നല്ലൊരു വിൻഡോ ഉണ്ട്. ഓക്കെ, കളർഫുൾ വിൻഡോ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു വിൻഡോ ഉണ്ട് കേട്ടോ. ഈ വിൻഡോയിലൂടെ നോക്കിയാൽ കാണുന്ന ഒരു സീൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഉദയ്പൂർ മൊത്തമായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതവിടെ ലേക്കും ഇതൊക്കെ നമുക്ക് ഈ വിൻഡോയിൽ നിന്ന് കാണാൻ പറ്റും. അവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ കുറേ മലകൾ കാണുന്നുണ്ട് കേട്ടോ. ഈ ഉദയ്പൂരിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്തെന്ന് പറഞ്ഞാൽ 360 ലെവലിൽ മലയാണ്, ചുറ്റും മലയാണ്. അപ്പോൾ ഈ മലയുടെ സെൻറ്ററിലാണ് ഈ ഒരു സിറ്റി വരുന്നുള്ളത്. അതാണ് ഈ ഉദയ്പൂരിൻ്റെ മെയിൻ പ്രത്യേകത. ഇതിലൂടെ നോക്കിയാൽ നമുക്ക് മൊത്തം കാണാം. ഇവിടെ ലേക്കിൻ്റെ നടുവിലായിട്ട് കുറേ ബിൽഡിംഗ് നമുക്ക് കാണുന്നുണ്ട്. അതായിരിക്കണം ലേക്ക് ഓഫ് പിച്ചോള എന്നൊക്കെ പറയുന്നുള്ളത്. നമുക്ക് പോയി നോക്കാം. എന്താ പറയുക, ഈ സിറ്റിയുടെ ലോങ് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു ക്ലിയർ സ്കൈ, പിന്നെ ചുറ്റും മലകൾ, സെൻറ്ററിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ബിൽഡിങ്സ്. വൈബാണ് കേട്ടോ. പൊളിയാണ് കാണേണ്ടത് തന്നെ. ഇവിടുത്തെ ഒരു ഔട്ട്ഡോറാണ്. നല്ല മെയിൻറ്റെയിൻസ് ഇവർ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു 400 രൂപ എന്ന് പറയുന്നുള്ളത് കേട്ടോ. 400 രൂപ കൊടുത്താലും വെറുതെ ആവില്ല. അത്യാവശ്യം നല്ല കാണാനുള്ള
ഞാൻ വിചാരിക്കുന്നില്ല ഈ സംഭവമില്ലേ ഏറ്റവും സെൻറ്ററിലായിരിക്കുമല്ലേ ഈ പാലസ്. അതുകൊണ്ട് ഇങ്ങനെ ഇത് ഏത് സൈഡ് പോയാലും ഇങ്ങനെ നമുക്ക് വ്യൂ കിട്ടുന്നത്. ഈ പാലസ് ഏറ്റവും ടോപ്പിൽ ഏറ്റവും സെൻട്രലായിട്ട് ഉണ്ടാവുക. കാരണം ഇവിടെ എന്ത് സംഭവിച്ചാലും പാലസ് നോക്കിയാൽ കാണാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്ത് പാലസ്. അതെ 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 യെസ് അതെ. ആ ലോങ് സൈഡ് കാണുന്നത് മൊത്തം ഒരു ഇപ്പോൾ പുതിയ നിർമ്മിതി പോലെ തോന്നുന്നുണ്ട്. അതെ, പുതിയ ബിൽഡിങ്സ് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റുഭാഗമുള്ളത് മൊത്തം ആ ഒരു പഴയ അല്ലേ, ഫുള്ള് മറ്റേ വിൻറ്റേജ് മോഡലാണ് കേട്ടോ. അടിപൊളിയാണ്. ഇവിടുത്തെ വ്യൂ നോക്കിയേ, ഏറ്റവും ലോങ്ങില് നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ 9 മണി വരെ ഉണ്ട് രാത്രി. നമ്മൾ ഇന്നലെ നൈറ്റ് മിസ് ചെയ്തല്ലേ. അല്ല, നീ ഇതിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ? ഇതിന്റെ ഏറ്റവും ലാസ്റ്റിലെ മലകളാണ്. ഇതാണ് ഈ ഒരു സിറ്റിന്റെ മെയിൻ ഹൈലൈറ്റും. ഫുള്ള് മല പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിറ്റീനെ. ഓക്കെ, ഇവിടെ വരുന്നവരൊക്കെ മെയിനായി ശ്രദ്ധിക്കേണ്ട സാധനമാണിത്. മൈൻഡ് യുവർ ഹെഡ്, ഇല്ലെങ്കിൽ തലയിൽ തൊള വീഴും മക്കളെ. ഇതാ പഴയ കാലത്തെ ഫാനാണ് ഗൈസ്. ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. ഇടുങ്ങിയ വഴികളിലൂടെ ഞങ്ങൾ മന്ദം മന്ദം നടക്കുകയാണ്. ഇവിടെ ഒരു ചിത്രമുണ്ട്. മഹാറാണ ഫത്തേ സിംഗ് ജി റിസീവിങ് ദ പ്രിൻസ് ഭൂപാൽ സിംഗ് ജി ഉദയ്പൂർ. ഇവിടെ കുറച്ച് ചിത്രങ്ങളുണ്ട്. ഇതിൻ്റെ കഥകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കൂടെ ഒരു ഗൈഡ് ആവശ്യമാണ്. ഓക്കെ, ഇക്രുവതി ക്ഷീണിച്ചോ? നടന്ന് ക്ഷീണിച്ചു. ഒരുപാടുണ്ട് കാണാനില്ലാത്ത. ഇവിടെ കുറച്ച് സംഗീതോപകരണങ്ങളാണ്. ഇത് പഴയ ലുഡോ കളിയാണ് കേട്ടോ. ലുഡോ പണ്ടേ ഉണ്ട്. അന്നത്തെ റാണിയുടെ ഒരു പ്രതിമയാണിത്. ഇവര് ഇത് ഭക്ഷണം കഴിച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കുന്ന ഏരിയ ആണിത്. ക്വീൻ ജനന മഹൽ അവിടേക്കുള്ള റൂട്ടാണിത്. അത് ഗ്ലാസ് ഏഞ്ചൽസ് പോലത്തെ കുറേ എന്തൊക്കെയോ കൊണ്ടുണ്ടാക്കിയ സാധനമാണ് കേട്ടോ. ദർഗക്കാൻ പോലെ ഉണ്ട് കാണുമ്പോൾ. ഇത് രാജാക്കന്മാർ യൂസ് ചെയ്യുന്ന ചെയേഴ്സ്, ടേബിൾസ്. പിന്നെ അത് ഇവിടെ ഒരു വീൽ ചെയർ ഉണ്ട് കേട്ടോ. ഈ കാണുന്നുള്ളതൊരു വീൽ ചെയറാണ്. ഓക്കെ, ഇത് 1940 ലിഫ്റ്റാണ് കേട്ടോ. 1940 ലിഫ്റ്റാണിത്. നോക്കിയ ഈ മാരൊക്കെ നോക്കിയ ഇന്നലെ ഫിറ്റ് ചെയ്ത പോലെ ഉണ്ട്. അത്രയ്ക്കും നല്ല എന്താ പറയുക. അതിനടുത്ത് വേറൊരു ഡോറുണ്ട്. ഈ സാധനമൊക്കെ നോക്കിയേ, പഴയ സാധനമാണ്. അതാടാ, ഇത് വീഡിയോ മൊത്തം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. അതെ, ഇത് ഇന്നത്തേത് ഡിഫറെൻറ്റ് പാർട്സ് ആക്കേണ്ടി വരും.
അല്ലെ പിന്നെ നീ പ്രധാനപ്പെട്ട മാത്രം ചെയ്തിട്ട് നല്ല മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള കട്ട് ചെയ്ത് തരുമോ? അതെ, നോക്കാം. ഇക്രോ എല്ലായിടത്തും ബോർഡ് ഇട്ടിട്ടുണ്ട്. ഇതാ മൈൻഡ് യുവർ ഹെഡ്. എന്താ അറിയോ, പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഹൈറ്റ് കുറവാണ്. അത് നല്ലൊരു ഡൗട്ടാണ് കേട്ടോ. എന്താ ഡൗട്ട് അത്? രാജാക്കന്മാർ ജനങ്ങളൊക്കെ ഹൈറ്റ് കുറവുള്ള ജനങ്ങളായിരുന്നു. ആണ്, കാരണം നമ്മളിതൊക്കെ തല തട്ടുന്നുണ്ട് ഇവിടെ. തല തട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ കുരിഞ്ഞു പോകാൻ വേണ്ടിട്ട് തന്നെ ആയിരിക്കും, അറിയില്ല കേട്ടോ. മേ ബി ആയിരിക്കാം. ഇത് മറ്റൊരു വിൻഡോയിൽ നിന്നുള്ള സീനാണ് കേട്ടോ. ഏത് വിൻഡോയിൽ പോയാലും ഇതാണ് ഇവിടുത്തെ സീന്. ഒരു രക്ഷയില്ല. ഇത് 180 ഡിഗ്രി മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. 180 ഡിഗ്രി നമുക്ക് ഈ ഇത് കിട്ടാൻ പറ്റും. ഇക്രൂടെ മൊത്തം ബ്ലോക്കാക്കിയിരിക്കുകയാണ് ഗൈസ്. ചെങ്ങായിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് എല്ലാവരും മാറിക്കാൻ പറയുന്നുണ്ട് ചെങ്ങായി. അറിഞ്ഞ ഇക്രോ, ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റില്ല, പക്ഷെ പഠിപ്പിക്കാൻ പറ്റും. ആര്? നിന്നാണ് ശരിക്കും ഇതിലുള്ള ഫോട്ടോ. ഇതെവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ, ഒരു പാലസ്. താജ് ഹോട്ടൽ പാലസ് എന്നാണ് അതറിയപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു. അത് ആ സ്ഥലമാണ്. ഇത് മൊത്തം ലേക്ക് വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നുള്ളത്. ഇവിടെ ഒരു വിൻഡോയിൽ നിന്നും കാണുന്ന ഈ ഒരു സീനറി ഒരു രക്ഷയില്ല, കാണേണ്ടത് തന്നെയാണ്. നമ്മളിങ്ങനെ കുറച്ച് നടന്നാൽ ഓരോ ഗ്യാപ്പിലും ഇങ്ങനെ കുറച്ച് ഓപ്പൺ ഏരിയകളുണ്ട് കേട്ടോ. ഇത് രാജാവിൻ്റെ ഗ്ലാസ് റൂമാണ് പോലും. അവിടെ ഗ്ലാസ്സിൽ തന്നെ കാണുന്നുണ്ടോ? കുറച്ച് താഴെ കൂടിയാണ്. ഈ ഒരു റൂം മൊത്തം ഈ കളറാണ്. ഇവിടെ കുറേ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് പോയിട്ട് നോക്കാം കേട്ടോ. ഓ, ഇതൊക്കെ വരച്ച ചിത്രങ്ങളായിരിക്കും അല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. കൂടി ഉദയ്പൂരിലുള്ള സിറ്റി പാലസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ചരിത്രങ്ങളും കാര്യങ്ങളും ഉണ്ട്. മഹാറാണ ഉദയ് സിംഗ് എന്ന ആളാണ് ഉദയ്പൂരിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ മൂപ്പര് വന്നിട്ട് ഇവിടെ ഒരു സന്യാസി ധ്യാനത്തിലായിരുന്നു. അങ്ങനെ മൂപ്പര് ആ ഉദയ് സിംഗിന്, അതായത് ആ രാജാവിന് മൂപ്പര് ആശീർവാദം നൽകുകയും എന്നിട്ട് സന്യാസിയാണ് മൂപ്പരോട് പറയുന്നുള്ളത് നിങ്ങളിവിടെ കൊട്ടാരം പണിയണമെന്നൊക്കെ. അങ്ങനെ കാരണം ഉദയ്പൂർ എന്ന് പറഞ്ഞാൽ ചുറ്റും മലകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ അതുമാത്രമല്ല, ലേക്സ് ഓഫ് സിറ്റി എന്നാണ് ഉദയ്പൂരിനെ അറിയപ്പെടുന്നുള്ളത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ കൊട്ടാരം പണിയാൻ ആവശ്യപ്പെടുകയും അങ്ങനെ മൂപ്പര് ആ രാജാവ് ഇവിടെ കൊട്ടാരം പണിയുകയും ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു 400 വർഷത്തിന് ശേഷമുള്ളൊരു കാഴ്ചയാണ്. അതായത് ഓരോ രാജാക്കന്മാർ ഇങ്ങനെ മാറി മാറി വരികയും അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഈ ഒരു കൊട്ടാരം മാറി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.